താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ മലയാളി ചെന്താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം. ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പരീക്ഷയുടെ തിരക്കുകളൊക്കെ കാരണമാണ്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു കിടുക്കാച്ചിയായിട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് വന്നപ്പോൾ നമ്മൾ മേടിച്ചൊരു സൈക്കിളാണ്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഹെർക്കുലീസ് ആണ് നമ്മൾ മേടിച്ച സൈക്കിൾ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാൻ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ സമയത്ത് മേടിച്ചാണ്. അപ്പോൾ വീഡിയോയുടെ ഒരുപാട് ലേറ്റ് ആയി പോയെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അൺബോക്സിങ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഹെർക്കുലീസ് സ്റ്റിമുലസ് എന്നാണ് നമ്മുടെ സൈക്കിളിൻ്റെ ഫുള്ളായിട്ടുള്ള പേര് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് അൺബോക്സിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ പുറത്ത് എടുക്കുകയാണ്. ഇപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വിധത്തിലും എടുക്കാൻ പറ്റുന്നില്ല. ഇവർ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടൈറ്റിൽ തന്നെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവർ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 7,000 റുപ്പീസാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിലായതുകൊണ്ട് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് വന്നുകൊണ്ട് 4,500 നമുക്ക് കിട്ടി. ഇപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. ഇപ്പോൾ സീറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഹെർക്കുലീസ് എന്നോട് എഴുതിയിട്ടുണ്ട്. അടിപൊളി സാധനം തന്നെയാണ്, കിട്ടില്ല സാധനം. അപ്പോൾ സീറ്റിൻ്റെ വകയിലായിട്ടാണ് ഈ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. ചുവപ്പ് കളറുള്ള ഒരു റിഫ്ലക്ടറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, സൈക്കിളിൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ഇതാണ് നമ്മുടെ ടയർ. ഇത് ബാക്ക് ടയറാണോ ഫ്രണ്ട് ടയറാണോ കറക്റ്റായിട്ട്? ഫ്രണ്ട് ടയറാണ് ഗൈസ്, ഫ്രണ്ട് ടയറാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം. ബാക്കിലത്തെ ടയർ അവർ ഓൾറെഡി നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളവിടെ അസംബിളും കൂടെ കാണിക്കുന്നില്ല. കാരണം ഇപ്പം തന്നെ വീഡിയോ നല്ലപോലെ ലെങ്തായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസംബിൾ ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ സൈക്കിളിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ വേറെ ലെവലായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാണാൻ കഴിയും. സൈക്കിളിൻ്റെ ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയർ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഫ്രണ്ടിലത്തെ ബ്രേക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്ക് ബ്രേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഒരു ഇത്തിരിയും കൂടെ നല്ല ആക്കാമായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾസ്. അപ്പോൾ ഈ ടൂൾസൊക്കെ വെച്ചാണ് നമുക്ക് അസംബിൾ ചെയ്യുന്നത് സൈക്കിള്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഒരു റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടൂൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അസംബിൾ ചെയ്തതിന് ശേഷമുള്ള ഇതാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ സൈക്കിൾ അസംബിൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ വരുന്നത്. അപ്പോൾ ഇവിടെ 2 റിഫ്ലക്ടറും കൂടെ വരുന്നുണ്ട്. യെല്ലോ കളറായിട്ടുള്ള 2 റിഫ്ലക്ടറും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ള ഒരു ടയറാട്ടോ ഇവർ തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കുക. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇപ്പോഴും ഇതിന് വിലക്കുറവുണ്ട്. ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ വിലക്കുറവ് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മേടിക്കുക. പിന്നെ ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ എന്തായാലും മേടിക്കുക. നല്ല ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്നതായിരിക്കും. സൈക്കിൾ ഇല്ലാത്തവർക്ക് ഞാൻ പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ റിഫ്ലക്ടർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്രണ്ടിലത്തെ റിഫ്ലക്ടർ തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് ബ്രേക്ക്. ഇത് ഫ്രണ്ട് ബ്രേക്കിന് അത്ര ക്വാളിറ്റി കുറവാട്ടോ ഗൈസ്. ഫ്രണ്ട് ബ്രേക്ക് ഇത്തിരി ക്വാളിറ്റി കുറവാണ്. അത് അസംബിൾ ചെയ്തപ്പോൾ പറ്റിയ പ്രശ്നമാണോന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ബാക്ക് ബ്രേക്ക് വളരെയധികം കിടിലനാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബാക്ക് ബ്രേക്കാണ്. തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ബ്രേക്ക് വെക്കും. പിന്നെ ഇത് ഗിയർ സൈക്കിൾ അല്ല കേട്ടോ ഗൈസ്, അതൊരു ചെറിയൊരു പോരായ്മയാണ്. ഗിയർ സൈക്കിൾ അല്ല. അതുമാത്രമേ എൻ്റെ ഒരു മെയിൻ പോരായ്മയായിട്ട് ഞാൻ മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് ഹെർക്കുലീസ് സ്റ്റിമുലസ്. അവിടെ ലോഗോ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് വെള്ളക്കുപ്പിയൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റൊക്കെ വളരെയധികം ടൈറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് നമ്മുടെ പെഡൽ. ഇപ്പോൾ പെഡലൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഫിറ്റ് ചെയ്യണം. അതൊന്നും അവർ ഫിറ്റ് ചെയ്ത് തരത്തില്ല. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെഡലിൻ്റെ സൈഡിൽ 2 സൈഡിൽ യെല്ലോ കളറായിട്ടുള്ള റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഹോൺ ഫിറ്റ് ചെയ്തിട്ടില്ല. ഹോൺ നമ്മൾ തന്നെ മേടിച്ച് ഫിറ്റ് ചെയ്യണം. അതവർ തന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ അവർ തരേണ്ടതായിരുന്നു. പക്ഷേ അത് തന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാൻഡിന് ഇത്തിരി ക്വാളിറ്റി കുറവാട്ടോ. അത് വേറൊരു കാര്യം. സ്റ്റാൻഡിന് ഇത്തിരി ക്വാളിറ്റി കുറവാണ്. എങ്കിലും കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സ്റ്റാൻഡിന് ഇത്തിരി ക്വാളിറ്റി കുറവാണ്. പിന്നെ ഇവിടെ 2 നേരത്തെ പറഞ്ഞ മഞ്ഞ റിഫ്ലക്ടർ ഉണ്ട്. പിന്നെ സൈക്കിളിൻ്റെ കാറ്റടിക്കാനുള്ള പമ്പ്, അത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ തരത്തില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ സൈക്കിളിൻ്റെ കൂട്ടത്തിലുള്ള പമ്പ് നമുക്ക് തരത്തില്ല.
അത് വേറൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ പമ്പ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ തന്നെ റിഫ്ലക്ടർ. ഇത് റെഡ് കളർ റിഫ്ലക്ടർ ആട്ടോ. അത്യാവശ്യം രാത്രിയിലൊക്കെ പൊളി സാധനമാണ് റിഫ്ലക്ടർ. പിന്നെ ഹെഡ് ലൈറ്റ് ഇല്ല, അത് വേറെ പ്രശ്നമാണ്. ഹെഡ് ലൈറ്റ് ഇല്ല, അതിന് വേറെ റിഫ്ലക്റ്റേഴ്സ് തന്നിട്ടുള്ളൂ. ഹെഡ് ലൈറ്റ് നമ്മൾ വേണമെങ്കിൽ മേടിച്ച് വെക്കണം. അതും ഒരു ചെറിയൊരു പോരായ്മയായിട്ട് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൈക്കിളാണ്. ചെറിയ വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നൊരു കിടുക്കാച്ചിയായിട്ടുള്ള സൈക്കിളാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അത്യാവശ്യം കിട്ടില്ലാനായിട്ടുള്ളൊരു സൈക്കിളാണ്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുക. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും പർച്ചേസ് ചെയ്യുക. കാരണം ഇതിലും നല്ലൊരു ഓപ്ഷൻ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും മേടിക്കുക. ഇപ്പോൾ എനിക്ക് കാണാൻ ഞാനൊരു കൂളായിട്ടാണ് സൈക്കിൾ ചവിട്ടി പോകുന്നത്. കണ്ടോ, വളരെ കിടിലനായിട്ട് എനിക്ക് സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.